വെൽക്കം ടു കുക്കിംഗ് ആൻഡ് ട്രാവൽ ചാനൽ. ഇന്നത്തെ സിഗ്നേച്ചർ ഡിഷ് വെണ്ടയ്ക്ക മപ്പാസാണ്. ഇത് നമുക്ക് പരിചയപ്പെടുത്തുന്നത് ലക്ഷോറ ഹോട്ടൽ ആൻഡ് സ്പായിലെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. കോഴിക്കോട്ട് നിന്നും തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ മലപ്പുറം ജില്ലയിൽ തലപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷോറ ഹോട്ടൽ ആൻഡ് സ്പാ ഒരു 4 സ്റ്റാർ ഹോട്ടലിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും പ്രൗഢിയും ഇതിനുണ്ട്. ഒരു വശത്ത് NH 66 ആണെങ്കിൽ മറ്റു വശങ്ങളിൽ പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളാണ്. ലക്ഷോറ ഹോട്ടൽ ആൻഡ് സ്പായിലെ സൗകര്യങ്ങളെക്കുറിച്ച് F&B മാനേജർ വിമൽ വിജയൻ സംസാരിക്കും. ഇത് ഹോട്ടൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മളെ കാലിക്കറ്റ് തൃശ്ശൂർ റൂട്ടിലാണ്. തലപ്പാറ എന്ന സ്ഥലത്താണുള്ളത്. അതായത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തായിട്ട് വരും. ഇവിടെ നമുക്ക് 27 റൂംസ് ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഒരു പൂളുണ്ട്, പിന്നെ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് ജിംനേഷ്യം ഗസ്റ്റിന് യൂസ് ചെയ്യാനുള്ള ജിമ്മും നമുക്കുണ്ട്. പിന്നെ ഒരു ബോർഡ് റൂമുണ്ട്, 50 പാക്സ് ചെയ്യുന്ന ഒരു ബോർഡ് റൂം നമുക്കുണ്ട്. ഹോട്ടലിന്റെ അന്തസ്സിന് അനുയോജ്യമായ രീതിയിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയ കിച്ചൺ. ലക്ഷോറ റിസോർട്ട് ആൻഡ് സ്പായിലെ എക്സിക്യൂട്ടീവ് ഷെഫിനെ പരിചയപ്പെടും. എൻ്റെ പേര് ജിമോൻ. എൻ്റെ സ്ഥലം കോട്ടയാണ്, കോട്ടയം പാമ്പാടി. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഇപ്പോൾ 24ാമത്തെ വർഷമാണ്. ലക്ഷോറയിൽ ഇതിൽ വന്നിട്ടിപ്പോൾ 7 മാസമാകുന്നു. ഇതിനു മുമ്പ് നമ്മൾ തന്നെ അതർ ഗ്രൂപ്പായ റിജസിൽ 3 വർഷമായിട്ട് അവിടുത്തെ ഷെഫാണ്, എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് സ്പെഷ്യൽ കോട്ടയം സ്റ്റൈൽ വെണ്ടയ്ക്ക മപ്പാസാണ് കാണിച്ചു തരുന്നത്. ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കാം. ഓക്കെ, നമ്മളിതിൽ ഇൻഗ്രീഡിയൻസ് ആദ്യം ടെൻഡറായിട്ടുള്ള ലേഡീസ് ഫിംഗറാണ്, അതായത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക ഒരു 6 7 നമ്പർ. അതിനുശേഷം വെളുത്ത വലിയ 2 സബോള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത്, ടൊമാറ്റോ ആൻഡ് ഗാർലിക്, ജിഞ്ചർ ആൻഡ് ചില്ലി. ഇതാണ് ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾ. പിന്നെ ഇതിൽ ഫസ്റ്റ് നമ്മൾ മസ്റ്റേർഡ് ആൻഡ് ഫെനുഗ്രീക്ക്, ഉലുവ ആൻഡ് ടെർമറിക് പൗഡർ, ചില്ലി പൗഡർ ആൻഡ് കൊറിയാണ്ടർ പൗഡർ. ആൻഡ് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് ഗരം മസാലയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ചൂടായ ഉള്ളിയിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ, നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഉലുവ, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് നീളത്തിൽ മുറിച്ചു വെച്ച സവാള ചേർത്ത് വഴറ്റുക. അല്പം ഉപ്പ് ചേർത്താൽ സവാള വേഗം വഴന്നു കിട്ടാൻ സഹായിക്കും. സവാള വഴന്ന് ലൈറ്റ് ബ്രൗൺ കളറായ അതിലേക്ക് മുറിച്ചു വെച്ച വെണ്ടയ്ക്ക ചേർത്ത് ഇളക്കും. വെണ്ടയ്ക്ക വഴന്ന് ഒന്ന് സോഫ്റ്റ് ആയാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി വഴറ്റുക.
ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ അല്ല. ആവശ്യമെങ്കിൽ അല്പവും കൂടി വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന പൊടികൾ നല്ലപോലെ മൂത്ത് വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുക. വെള്ളം തിളച്ച് മസാലയൊന്ന് കുറുകി വരുമ്പോൾ തക്കാളി ചേർക്കണം. തക്കാളി ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം രണ്ടാം പാൽ, അതായത് നാളികേരത്തിന്റെ രണ്ടാം പാൽ ചേർത്ത് വേവിക്കുക. രണ്ടാം പാൽ ചേർത്ത് മസാലയും പച്ചക്കറിയും നല്ലപോലെ വെന്ത ശേഷം മാത്രം ഒന്നാം പാൽ ചേർക്കുക. ഒന്നാം പാൽ കറിക്ക് കൊഴുപ്പും യോജിപ്പും നൽകാൻ സഹായിക്കുന്നു. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുക. ഇതിൽ പെരിഞ്ജീരകം അല്പമൊന്നും മുന്തി നിൽക്കണം. പാകത്തിന് ഉപ്പ് ചേർത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. സ്വാദിന് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക മപ്പാസ് റെഡി. സ്വാദ് കൂട്ടാൻ കടുകും കരിവേപ്പിലയും ചേർത്ത് താളിക്കാം. മപ്പാസിനെ കുറിച്ച് ഷെഫിന് പറയാനുള്ളത് ഒന്ന് കേൾക്കാം. കോട്ടയം കുട്ടനാട് ഏരിയയിലേക്കുള്ള ഫേമസ് ഡിഷാണ് ഈ മപ്പാസ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് താറാവിറച്ചിയിലാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ വെറൈറ്റി ആയിട്ട് വെജിറ്റേറിയൻസിന് വേണ്ടി പ്രത്യേക മാസമായതുകൊണ്ട് വെജിറ്റേറിയൻ നമ്മൾ വെണ്ടയ്ക്കയിൽ ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇത് മെയിനാണ് താറാവ് മപ്പാസാണ് ശരിക്കും ഒറിജിനലായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെ അതുപോലെ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഡിഷാണ്. നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന സാധനമാണ്, സിമ്പിളാണ്. അപ്പോൾ ഈ ചാനലിന് വേണ്ടി ഞങ്ങൾക്ക് നല്ലൊരു ഡിഷ് പരിചയപ്പെട്ടതിന് വളരെ താങ്ക്സ്. വെൽക്കം യു. ലക്ഷോറ സ്റ്റൈൽ വെണ്ടയ്ക്ക മപ്പാസ് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ, ആസ്വദിക്കൂ.